നമ്മളിങ്ങനെ പറയുമ്പോഴും ഈ കേരളത്തെ സംബന്ധിച്ച്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 20 സീറ്റുകളും അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ, ഏകാധിപത്യ പ്രവണത ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അതിനു വേണ്ടി നിന്ന, അത്രത്തോളം മർദ്ദന മുറകൾ നടത്തിയ കോൺഗ്രസിനും ഇന്ദിരാഗാന്ധിക്കും കൊടുത്ത സംസ്ഥാനമാണ് പ്രബുദ്ധരെന്ന് അവകാശപ്പെടുന്ന കേരളം. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും അവരുടെ സർക്കാരുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി സംഭവിക്കുന്ന പല കാര്യങ്ങളും ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇതിൻ്റെ മാറ്റം, ഇത് കുറച്ച് സങ്കീർണമായ ചോദ്യമാണ്. നാളെ തന്നെ സാധ്യമാകും എന്ന് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അടുത്ത വർഷം സാധ്യമാകും എന്ന് പറയാൻ സാധിക്കില്ല. എന്നെങ്കിലും ഒരിക്കൽ സാധ്യമാകും എന്ന് ഉറപ്പിച്ചു പറയാം. എന്തുകൊണ്ടെന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രത്തോളമായല്ലോ. ഞാൻ ഈ പറഞ്ഞ 15%, ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. 82-ൽ BJP രൂപം കണ്ടതിന് ശേഷം നടന്ന ആദ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPക്ക് 60 നിയോജക മണ്ഡലങ്ങളിൽ മാത്രമേ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നുള്ളൂ. 140-ൽ 60, പകുതി പോലുമില്ല. എന്താണ് കാരണം? അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞ നിഗമനം, സ്ഥാനാർത്ഥികളായി നിൽക്കാനുള്ള ആളില്ല പാർട്ടിക്ക്. ഇനി ആരെയെങ്കിലും ഒരാളെ കണ്ടെത്തി നിർത്തിയാൽ പ്രവർത്തിക്കാനുള്ള മെഷീനറി ഇല്ല. അതുകൊണ്ട് അത്യാവശ്യം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 60 സ്ഥാനാർത്ഥികളെ നിർത്തി. 1.5% വോട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതെന്നാണ് എൻ്റെ ഓർമ്മ. ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. പിന്നീട് നടന്ന ഓരോ തെരഞ്ഞെടുപ്പിലും 60 എന്നുള്ളത് 90 ആകുന്നു മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം. 12 പാർലമെൻറ്റ് സീറ്റ് എന്നുള്ളത് 20 പാർലമെൻറ്റിൽ. അപ്പോൾ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടി മത്സരിക്കുക എന്നാദ്യം ചിന്തിച്ചു. രണ്ടാമത് മത്സരിച്ച് നിൽക്കാൻ വേണ്ടി മത്സരിക്കുക എന്നൊരു നിലപാടിലേക്ക് പാർട്ടി എത്തി. പിന്നീട് ചില മണ്ഡലങ്ങളിലെങ്കിലും സ്വാധീന ശക്തിയാവുക എന്ന നിലയിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞു. 2ാം സ്ഥാനത്തെത്താൻ കഴിയുന്ന കുറച്ച് മണ്ഡലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞു. ജയിക്കാവുന്ന സീറ്റുകൾ എന്ന നിലയ്ക്ക് എണ്ണപ്പെടുന്ന അവസ്ഥയിലേക്ക് പാർട്ടി വളർന്നു. അപ്പം സാന്നിധ്യം അറിയിക്കുക, മത്സരിക്കുക, സ്വാധീന ശക്തിയാവുക, ഒരു 10,000 വോട്ടെങ്കിലും സമാഹരിക്കുക, 2ാം സ്ഥാനത്തെങ്കിലും എത്തുക, ഒരു സീറ്റിലെങ്കിലും ജയിക്കുക, ഒരു 10-12 സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിയുന്ന, അങ്ങനെ ചിന്തിക്കുന്ന തരത്തിലേക്ക് പാർട്ടി കാര്യകർത്താക്കന്മാർ വളർന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് ക്രമപ്രബുദ്ധമായ വളർച്ച എന്ന് പറയുന്നത്. കിട്ടുന്ന വോട്ട് ചിലപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റിൽ കിട്ടുന്ന വോട്ട് അസംബ്ലിയിൽ കിട്ടിയെന്ന് വരില്ല, ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്നും വരും. അത് വേറെ ഘടകം. പക്ഷെ പാർട്ടിയെക്കുറിച്ച് അങ്ങനെ ചിന്തിപ്പിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഇന്ന് കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും മത്സരിക്കാൻ ഓരോ മണ്ഡലത്തിലും 3 പേരുടെ വീതം പാൻ ലിസ്റ്റാണ് പാർട്ടി ആവശ്യപ്പെടുന്നത്. അന്ന് ഓരോ ആളെ പോലും പകുതി മണ്ഡലങ്ങളിൽ കിട്ടാതിരുന്ന സ്ഥാനത്തു നിന്ന് 3 പേരെ നിർദ്ദേശിക്കാൻ ഒരുപക്ഷെ 30 പേരുണ്ടാവും ഓരോ മണ്ഡലത്തിലും. 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം, അതിൽ പകുതിയിലെങ്കിലും ത്രികോണ മത്സരം സൃഷ്ടിക്കാൻ ഇന്ന് BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് മാറ്റം. ഈ മാറ്റത്തിൻ്റെ വേഗത കൂട്ടാൻ നമുക്ക് സാധിച്ചാൽ, വായിജത്ത് ചോദിച്ച ചോദ്യം എന്ന ചോദ്യത്തിന് ഉത്തരം സമീപഭാവിയിൽ എന്ന് പറയാൻ കഴിയും.